അദ്ദേഹം കോൺഗ്രസിനെ കുറിച്ച് അദ്ദേഹം വിമർശിച്ചോട്ടെ. കോൺഗ്രസിൽ നിന്ന് കുറേ ആളുകൾ പോയി എന്നൊക്കെ പറഞ്ഞപ്പോൾ ബംഗാളിലും ത്രിപുരയിലും ഇവർക്ക് ശക്തിയുള്ള ഇടങ്ങളിൽ ഇപ്പോൾ അവിടെ BJP വരുന്നത് എങ്ങനെയാണെന്ന് അവർ പരിശോധിച്ചാൽ മതി. അന്തരീക്ഷത്തിൽ നിന്ന് BJP വരില്ലല്ലോ. അപ്പോൾ ഇന്ത്യയിൽ എല്ലാ മതേതര പാർട്ടികളിൽ നിന്ന് പോയിട്ടുണ്ട്. കോൺഗ്രസ് എല്ലായിടത്തുള്ള പാർട്ടി ആയതുകൊണ്ട് എല്ലായിടത്തും പോയി എന്നുള്ളൂ. ഒരു പൊതു പ്രതിഭാസമാണ്. CPM നിന്ന് ഇവിടെ പോയിട്ടില്ല എന്ന് അവരുടെ ആനുപാതികമായി കോൺഗ്രസിനേക്കാൾ കൂടുതൽ തന്നെ വേരോട് കൂടി പോയിട്ടുണ്ട്. പാർട്ടി ഓഫീസുകൾ, ചുവന്ന നിറമുള്ള ഓഫീസുകൾ, കാവ്യ ഓഫീസുകളായതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ചർച്ചയുടെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പിന്നെ അദ്ദേഹം പറയുന്നത് എന്താ, ഇപ്പം അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് PM ശ്രീയിൽ ഒപ്പിട്ടാൽ, ധാരണാപത്രം ഒപ്പിട്ടാൽ അതിനൊരു പ്രശ്നമില്ല എന്നാണ്. പക്ഷേ എനിക്ക് അതിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് നിരവധിയായ കാര്യങ്ങൾ പറയാൻ കഴിയും. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഞാൻ അവരുടെ തന്നെ മുൻ നിലപാട് ഞാൻ ചൂണ്ടിക്കാണിക്കാം. ദേശാഭിമാനിയിൽ വന്നൊരു ലേഖനമാണ്, എഡിറ്റോറിയൽ പേജിലാണ്. ഹിന്ദുത്വ അജണ്ട നടപ്പാക്കാൻ PM ശ്രീ എന്നാണ്. അത് സാമാന്യം വിസ്താരമുള്ളൊരു ലേഖനമായതുകൊണ്ട് അത് മുഴുവൻ വായിക്കുക എന്ന് പറയുന്നത് സാധ്യമല്ല. പക്ഷേ അതിനകത്ത് ഒരു സബ് ഹെഡിങ് ഉണ്ട്. ആ സബ് ഹെഡിങ് ഞാൻ ഇവിടെ വായിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ തന്നെ പാർട്ടിയുടെ മുഖപത്രത്തിൽ വന്ന ലേഖനത്തെ അദ്ദേഹം നിഷേധിച്ചാൽ മതി. ഞങ്ങൾ പറയുന്ന ഈ വാദങ്ങളെ ഒന്നും മുഖവിലക്കെടുക്കേണ്ട, ഞങ്ങൾ കോൺഗ്രസ്സുകാരാണ്. പക്ഷേ ദേശാഭിമാനി കോൺഗ്രസിൻ്റെ മുഖപത്രമല്ല, CPMൻ്റെ മുഖപത്രമാണ്. അതിൽ PM ശ്രീ ഹിന്ദുത്വ അജണ്ട എന്നതിൻ്റെ കീഴിൽ വന്നിട്ടുള്ള സബ് ഹെഡിങ് ആണ് ധാരണാപത്രം എന്ന കുടുക്ക്. ഈ പദ്ധതി നടപ്പാക്കണമെങ്കിൽ ആദ്യഘട്ടത്തിൽ തന്നെ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിൽ ധാരണാപത്രത്തിൽ ഒപ്പുവെക്കണമെന്ന് രേഖയിൽ പറയുന്നു. മാതൃകാ സ്കൂളുകളെ പിന്തുണയ്ക്കുന്നതിനുള്ള കേന്ദ്രത്തിന്റെ പ്രതിബദ്ധത പ്രഖ്യാപിച്ച് ദേശീയ വിദ്യാഭ്യാസ നയം പൂർണ്ണമായി നടപ്പാക്കാൻ അനുവദിച്ച് സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ധാരണാപത്രത്തിൽ ഒപ്പുവെക്കും. അതായത് കരാറിൽ ഒപ്പുവെക്കുന്ന സംസ്ഥാനങ്ങൾ ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ അപകടകരമായ കാര്യങ്ങൾ നടപ്പാക്കിയേ മതിയാകൂ എന്നർത്ഥം. PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നത് മുഖ്യമായും കേന്ദ്ര സർക്കാർ പ്രൊജക്റ്റായ സമഗ്ര ശിക്ഷ മുഖേനയാണ്. അതുകൊണ്ട് തന്നെ ധാരണാപത്രം ഒപ്പുവെച്ചില്ലെങ്കിൽ പ്രസ്തുത പ്രൊജക്റ്റിലൂടെ സംസ്ഥാനങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്ന ഫണ്ട് ഒരിക്കലും ലഭിക്കില്ല. അതായത് ധാരണാപത്രം എന്നത് സംസ്ഥാനങ്ങളെ കൊടുക്കാനുള്ള ഒരു കെണിയായിട്ടാണ് കേന്ദ്ര സർക്കാർ ഉപയോഗിക്കാൻ പോകുന്നത്. ധാരണാപത്രം ഒപ്പുവെച്ച് സംസ്ഥാനങ്ങൾ വിദ്യാഭ്യാസ പദ്ധതികൾ ഏറ്റെടുക്കുന്നത് രാജ്യത്ത് ഇതാദ്യമാണ്. ദേശീയ വിദ്യാഭ്യാസ നയത്തോട് ശക്തമായ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, തെലങ്കാന ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെയാണ് PM ശ്രീ എന്ന പുതിയ പദ്ധതി പ്രധാനമായി ഉന്നയിക്കുന്നത്. ഇതിൽ കേരളം കീഴടങ്ങി. ദേശാഭിമാനി മുഖപത്രത്തിൽ തന്നെ ഇവർ തന്നെ പറഞ്ഞ നിലപാടാണ്. അതിൽ നിന്ന് മാറ്റം വരുത്തേണ്ട സമൂർത്തമായ എന്ത് സാഹചര്യമാണ് പുതുതായി ഉണ്ടായി എന്ന് CPM പ്രതിനിധി വിശദീകരിച്ചാൽ മതിയെന്നേ. നിങ്ങൾ പറയുന്നു ധാരണാപത്രം കെണിയാണെന്ന്. പക്ഷേ ഈ കെണിയിൽ നിങ്ങൾ തലവെച്ചു കൊടുക്കാൻ എന്താ കാരണം? അവിടെയാണ് പിണറായി വിജയന്റെ മുന്നിൽ വേറെ ചില കെണികൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ വിഷയത്തോട് അദ്ദേഹം പ്രതികരിക്കുന്നില്ലല്ലോ. പിണറായി വിജയന്റെ മുന്നിൽ വന്ന കെണി എന്ന് പറയുന്നത് ഈ പറയുന്ന ഈ ദേശാഭിമാനി ലേഖനം എഴുതിയ കാലയളവിൽ നിന്ന് ഈ കാലയളവിലേക്ക് വരുമ്പോൾ ഉണ്ടായ ചില സംഭവ വികാസങ്ങൾ, ചില ഡെവലപ്മെന്റ്സ് ഉണ്ട്. ചിലരുടെ പേരിൽ EDയുടെ നോട്ടീസ് വന്നിട്ടുണ്ട്. ഈ പിണറായി വിജയന്റെ കുടുംബത്തെ പ്രതിക്കൂട്ടിലാക്കുന്ന ചില കാര്യങ്ങൾ അവിടെയുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഈ കെണി അവർക്ക് പ്രശ്നമല്ലാതിരിക്കുകയും പിണറായി വിജയന് മുമ്പിൽ വെച്ച കെണിയിൽ പിണറായി വിജയൻ കീഴടങ്ങാണ് ചെയ്തത്. ഞങ്ങളെ കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ? കോൺഗ്രസിനെ കുറിച്ച് നിരവധി കാലങ്ങളായിട്ട് നിങ്ങൾ തുടർന്ന ആക്ഷേപങ്ങളാണ്. പക്ഷേ നിങ്ങൾ പറയേണ്ടത്, നിങ്ങൾ ഈ പറയുന്ന അദ്ദേഹത്തിന് വേണമെങ്കിൽ ഞാൻ അയച്ചു കൊടുക്കാം, ആങ്കറായ നിഷാദിന് വേണമെങ്കിൽ ഞാൻ അയച്ചു തരാം. ദേശാഭിമാനി മുഖപത്രത്തിൽ പറയുന്ന ധാരണാപത്രം എന്ന കെണിയിൽ എങ്ങനെ CPM തലവെച്ചു കൊടുത്തു, എന്തുകൊണ്ട് CPI തല വെക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. നിങ്ങളെ തല വെച്ചു കൊടുത്തതിന് കെ ഷാജി, ഇതിനകത്ത് ഞാൻ വീണ്ടും ചോദിക്കുന്ന കാര്യം, ഇപ്പോൾ CPIക്ക് ഈ കാര്യത്തിൽ വിയോജിപ്പുണ്ട്. അവർ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് ഒരു പക്ഷേ വിട്ടുനിന്നേക്കാം. അസാധാരണമായി CPI മന്ത്രിമാർ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്തിരിക്കുന്നു. അപ്പോൾ CPIനോട് എല്ലാ അർത്ഥത്തിലുമുള്ള ഒരു സമ്മർദ്ദ തന്ത്രം എടുക്കുക എന്ന് പറയുന്നത് CPIയെ കൊണ്ട് എത്ര കൂട്ടിയാൽ കൂടുന്ന കാര്യമാണെന്ന് ചോദിക്കുകയാണ് ഞാൻ.